വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇന്നേ ദിവസം സായാഹ്നത്തിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പായി നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ നമുക്ക് അനുദിനം സ്നേഹിക്കുവാൻ സാധിക്കണം. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുമുഖത്തെ, ഈശോയുടെ തിരുവചനത്തെ അനുദിനം നമ്മൾ ആരാധിക്കണം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുക വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യമാണ്. അതിപ്രകാരമാണ്: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. സ്നേഹം നിറഞ്ഞവരെ, ഈശോ പറയുകയാണ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ അത് പരിശോധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വരെ നമ്മുടെ പ്രവൃത്തികൾ അത് വിശുദ്ധിയുള്ള പ്രവൃത്തികളാണോ എന്ന് പരിശോധിച്ച് നോക്കണം. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്രകാരമല്ലാത്ത പ്രവൃത്തികളാണ് ചെയ്തതെങ്കിൽ, ആ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുവാനുള്ള തീരുമാനമെടുക്കണം. ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മിനിറ്റിലും, ഉദാഹരണം പറഞ്ഞാൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ദിവസത്തെ മുഴുവൻ പ്രവൃത്തികളെയും നമ്മൾ പരിശോധിക്കണം. നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യണം. കാരണം ദൈവം നമ്മുടെ പ്രവൃത്തികളെ കണ്ടുകൊണ്ടായിരിക്കുന്നത്, അതിനെ ഇങ്ങനെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കാത്ത പ്രവൃത്തികൾ ആണ്, വിശുദ്ധിയില്ലാത്ത പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മളെ വളർത്തുകയില്ല. അതുകൊണ്ട് അപ്രകാരമുള്ള പ്രവൃത്തികൾ നമ്മൾ അത് ചെയ്യുന്നത് നമ്മൾ നിർത്തലാക്കണം. രണ്ടാമതായിട്ട്, ഓരോ ദിവസത്തിൻ്റെയും സായാഹ്നത്തിൽ നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യണം. നമ്മുടെ പ്രവൃത്തികളെ ആത്മപരിശോധന ചെയ്യണം. അത്തരത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തെ പ്രതിപ്പെടുത്തുവാൻ സാധിക്കാത്ത പ്രവൃത്തികളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണം. ഇത് നമ്മൾ ഓരോ ദിവസവും സായാഹ്നത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ആത്മപരിശോധന, നമ്മുടെ പ്രവൃത്തികളെ പറ്റിയുള്ള ആത്മപരിശോധന. അത് ദൈവത്തെ പ്രീതിപ്പെടുത്താത്ത പ്രവൃത്തികളാണെങ്കിൽ അത് നമുക്ക് നിർത്തിവെച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ആത്മപരിശോധന ചെയ്ത് കുമ്പസാരിച്ച് ഓരോ ദിവസവും നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ആത്മാവിനെ നമുക്ക് നവീകരിക്കാം. കൃപയ്ക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ
സ്നേഹം നിറഞ്ഞവരെ, വചനത്തിൻ്റെ അവസാനം ഇപ്രകാരമാണ് ഈശോ പറയുക: നീ എൻ്റെ വചനം കാത്തു. നീ എൻ്റെ വചനം കാത്തു. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ തന്നെയുള്ള വചനങ്ങളാണ്, നമ്മുടെ തന്നെയുള്ള തീരുമാനങ്ങളാണ് കാക്കുന്നത്. മറ്റുള്ളവരെ പ്രതിപ്പെടുത്താൻ അവരുടെ തീരുമാനങ്ങളാണ് നമ്മൾ കാക്കുന്നത്. സമൂഹത്തിനെ പ്രതിപ്പെടുത്താൻ സാമൂഹികമായ തീരുമാനങ്ങളാണ് കാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാക്കേണ്ടത് എന്താണ്? അത് തിരുവചനമാണ്. വചനം കാക്കണം. വചനം കാക്കണമെങ്കിൽ വചനം അറിയണം. വചനം അറിയണമെങ്കിൽ വചനം വായിച്ച് ധ്യാനിക്കണം. ഓരോ ദിവസവും അനുദിനം വചനം വായിച്ച് ധ്യാനിക്കണം. ധ്യാനിച്ച് എങ്ങനെയാണ് കാക്കുന്നത്? ജീവിച്ചാണ് കാക്കേണ്ടത്. വചനം ജീവിച്ച് കാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,